ഭൂമിയിലെ അങ്ങോളം ഇങ്ങോളമായിട്ട് വിചിത്രമായിട്ടുള്ള സംഭവങ്ങൾ അരങ്ങേറാറുണ്ട്. അത് മനുഷ്യരിലായാലും ബാക്കിയുള്ള മൃഗജീവികളിലായാലും ഒരുപോലെ തന്നെയാണ്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് മൃഗങ്ങളുടെ വയറ്റിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള ഭയാനകരമായിട്ടുള്ള സംഭവങ്ങളാണ്, അതല്ലെങ്കിൽ സാധനങ്ങളാണ്. നമ്പർ 1, 2014 ജെയിംസ് ആൾക്കോ എന്ന മെക്സിക്കക്കാരൻ്റെ വളർത്തുനായ ജിമ്മി ദിവസങ്ങളോളം വയ്യാതെ കിടക്കുന്ന ദൃശ്യങ്ങൾ അതിൻ്റെ ഉടമസ്ഥൻ കാണാനായിട്ട് ഇടയായി. പക്ഷേ സംഭവം ആൾക്കോ അത്ര വലിയ സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല. ദിവസങ്ങളോളം ഇതേ മാതൃകയിൽ തന്നെ നായ കിടക്കുന്നത് ആൾക്കോ കാണാനായിട്ട് ഇടയായിട്ടുണ്ടായിരുന്നു. പോരാത്തതിന് കൊടുക്കുന്ന ഭക്ഷണം ഒന്നും കഴിക്കാതെ മടി കാട്ടി നിൽക്കുന്ന ജിമ്മിയെയാണ് ആൾക്കോക്ക് കാണാനായിട്ട് സാധിച്ചത്. എന്നാൽ തൻ്റെ ജോലികളെല്ലാം മാറ്റിവെച്ച് തൻ്റെ വളർത്തുനായയ്ക്ക് എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് എന്ന് കരുതി അവസാനം ഹോസ്പിറ്റലിലേക്ക് നായയും കൂട്ടി പോവുകയാണ് ജിമ്മി ചെയ്തിരുന്നത്. ഡോക്ടറുടെ പരിശോധനക്കൊടുവിൽ എക്സ്റേ എടുക്കണമെന്ന് പറയുന്ന കാര്യം ഡോക്ടർ മുന്നോട്ട് വെച്ചപ്പോൾ ഉടമസ്ഥൻ അതിന് സമ്മതിക്കുകയായിരുന്നു. എന്നാൽ എക്സ്റേയിൽ കണ്ട ദൃശ്യങ്ങളായിട്ട് ഡോക്ടറും ആൾക്കോയും അന്താളിച്ചു പോവുകയാണ് ചെയ്തത്. നായയുടെ വയറ്റിൽ കാണപ്പെട്ടത് ഇരുമ്പ് പോലത്തെ സാധനങ്ങളും അതുപോലെ തന്നെ സ്ക്രൂകളും മറ്റു പല രീതിയിലുള്ള സാമഗ്രികളുമാണ്. എന്തു തന്നെ വന്നാലും ഒരു സർജറിയിലൂടെ എല്ലാം പുറത്തെടുത്ത് ജിമ്മി പഴയ സ്ഥിതിയിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തു. നമ്പർ 2, പാമ്പിൻ്റെ മുട്ട. 2018 അമേരിക്കയിലെ കുറച്ച് വേട്ടക്കാർ കാട്ടിലൂടെ വേട്ടക്ക് നടക്കുകയാണ്. യാദൃശികമായി അവർ ഒരു പാമ്പിനെ കാണാൻ ഇടയാകുന്നു. അന്നോളം അവർ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വലിയ പാമ്പ്. അന്നേരം തന്നെ പാമ്പിനെ പിടികൂടുകയും ജീവൻ കളയുകയും ശേഷം താങ്കളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. എന്നാൽ അവസാനം അവർക്ക് ഭാരം കൂടിയ പാമ്പിൻ്റെ ശരീരഭാഗം വല്ലാതെ ഭയം തോന്നിച്ചു. അതെ, വയറ്റിനുള്ളിൽ എന്തോ പ്രത്യേകതമായിട്ടുള്ള ഒരു സാധനം ഉണ്ടെന്നും അവർ നിരീക്ഷണത്തിലൂടെ ഇങ്ങനെ കണ്ടെത്തുകയാണ്. അവസാനം ആ പാമ്പിൻ്റെ വയറ് കീറിയപ്പോൾ അവർക്ക് കാണാൻ സാധിച്ചത് 100-ലധികം വരുന്ന മുട്ടകളാണ്. ഒരുപക്ഷെ പാമ്പിൻ്റെ മുട്ടകളെ കണ്ടതോടെ അവർക്ക് കുറച്ച് വിഷമം കൊണ്ടിരിക്കാം. കാരണം ജനിക്കാതെ പോകുന്ന പാമ്പിൻ കുഞ്ഞുങ്ങളെയാണ് അവർ കൊന്നുകളഞ്ഞത്. നമ്പർ 3, 1935 അമേരിക്കൻ തീരത്ത് ഒരു സ്രാവ് ചത്തുപൊന്തുന്ന ദൃശ്യങ്ങൾ അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ കണ്ടു. എന്തായാലും മത്സ്യത്തൊഴിലാളികൾ ആ സ്രാവിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ ഭയാനകരമായിട്ടുള്ള എന്തോ ഒരു കാര്യം സ്രാവിൻ്റെ വായിൽ നിന്നും അവർക്ക് കാണാനായിട്ട് സാധിച്ചു. ഈ സ്രാവിനെ എടുത്തു കൊണ്ടുപോയ ആ മത്സ്യത്തൊഴിലാളികൾ മുറിച്ചു നോക്കുമ്പോൾ അവർക്ക് കാണാനായിട്ട് സാധിച്ചത് വളരെ ഭയപ്പെടുത്തുന്നതും ഭീതിജനകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു മനുഷ്യൻ്റെ കൈയാണ് ആ സ്രാവിൻ്റെ വയറ്റിൽ നിന്നും അവർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചത്. എന്നാൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാവുന്നതിന് മുമ്പ് തന്നെ അമേരിക്കൻ പോലീസിനെ കാര്യം അറിയിക്കുകയും അവർ അതേ ക്രമേണ സ്ഥലത്ത് എത്തുകയും ചെയ്തു. എന്നിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചു തുടങ്ങി. എന്നാൽ പോലീസിന് കാണാൻ കഴിഞ്ഞ മറ്റൊരു കാര്യം എന്തെന്നാൽ ഈ മീനിൻ്റെ വയറ്റിൽ നിന്നും കണ്ടെത്തിയ ആ ഒരു മനുഷ്യ കൈക്ക് ഒരു പച്ച കുത്തിയ തരത്തിലുള്ള ദൃശ്യമുണ്ടായിരുന്നു. ഒരു ബോക്സർ പഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള ചിത്രമായിരുന്നു അദ്ദേഹം തൻ്റെ കയ്യിൽ പച്ച കുത്തിയിരുന്നത്. ഇതിനോട് തന്നെ അവരുടെ അന്വേഷണങ്ങൾ കൂടുതൽ തലത്തിലേക്ക് വ്യാപിക്കുകയും പെട്ടെന്ന് തന്നെ ആളെ കണ്ടെത്താനായിട്ട് സാധിക്കുകയും ചെയ്തു. ജിമ്മി സ്മിത്ത് എന്ന് പറയുന്ന അന്നത്തെ ഒരു ബോക്സർ ആയിരുന്നു അത്. ഈ മീൻ ചത്തുപൊന്തുന്നതിൻ്റെ 2 ആഴ്ച മുമ്പ് തന്നെ ജിമ്മി സ്മിത്ത് എന്ന് പറയുന്ന ഈ ഒരു ബോക്സറെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടുള്ള പരാതികൾ സ്റ്റേഷനിൽ അതോടുകൂടി വന്നിരുന്നു. എന്നാൽ പോലീസ് അദ്ദേഹത്തിൻ്റെ കൈ ഇതാണെന്നും അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നും വാർത്ത എഴുതി. നമ്പർ 4, 2012 ചൈനയിലെ കുറച്ച് മത്സ്യത്തൊഴിലാളികൾ അവർക്ക് വേണ്ടിയിട്ടുള്ള മത്സ്യങ്ങൾ പിടിക്കുകയും അവിടെ നിന്ന് തന്നെ മുറിച്ച് വിൽക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. എന്നാൽ അതിലൊരു മത്സ്യത്തൊഴിലാളിക്ക് സ്ക്വാഡ്സ് എന്ന് പറയുന്ന ഒരു മീനിനെ കിട്ടുകയുണ്ടായി. അദ്ദേഹം അതിനെ മുറിച്ച് പാകമാക്കുന്നതിനിടയിൽ വയറ്റിനുള്ളിൽ ഇരുമ്പ് പോലത്തെ എന്തോ ഒന്ന് ഉണ്ടെന്ന് അദ്ദേഹത്തിന് വ്യക്തമായി മനസ്സിലാവുകയായിരുന്നു. ശേഷം വളരെ ഭീതിയോടെയും പേടിയോടെയും അദ്ദേഹം അതിൻ്റെ വയറ് മെല്ലെ മെല്ലെ കീറി പുറത്തെടുത്തു. സാധനം എന്താണെന്ന് അറിഞ്ഞ മത്സ്യത്തൊഴിലാളികൾ ആകെ മൊത്തം ഒന്ന് ഞെട്ടി. കാരണം അതൊരു ബോംബായിരുന്നു. ഉടനടി തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയും സ്ഥലത്ത് പോലീസ് എത്തുകയും തുടരന്വേഷണങ്ങൾ നടത്തുകയും ചെയ്തു. എങ്ങനെയാണ് വെള്ളത്തിൻ്റെ അടിയിൽ ജീവിക്കുന്ന ഇതുപോലെയുള്ള മത്സ്യങ്ങൾ ഇങ്ങനെയുള്ള ബോംബുകൾ വിഴുങ്ങുന്നത് എന്ന് ഒരു ചോദ്യചിഹ്നമായി ഇന്നും അവശേഷിക്കുന്നുണ്ട്. നമ്പർ 5, മനുഷ്യൻ്റെ ആചാരങ്ങൾ കൊണ്ട് ജീവൻ പൊലിഞ്ഞു പോകുന്ന മൃഗങ്ങൾ ഒട്ടനവധിയാണ്. അതിന്ന് കേരളക്കരയിലും നമ്മൾ കണ്ടുവരുന്നുണ്ട്. എന്നാൽ തായ്ലൻഡിലെ ഒരു കുളമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഈ കുളത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇവിടേക്ക് ഇടുന്ന ചില്ലറ പൈസയുടെ മുഖേന ആ നടക്കാതെ പോയിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം സാധിച്ചെടുക്കുമെന്നൊരു ആചാരവും വിശ്വാസവും ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. എന്നാൽ വർഷങ്ങളോളമായിട്ട് ആ കുളത്തിൽ താമസിക്കുന്ന മറ്റൊരു വ്യക്തിയുണ്ട്. അതെ, ഒരു ആമയായിരുന്നു. ഈ ആമയെ സംബന്ധിച്ചിടത്തോളം ഇവിടേക്ക് ജനങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ചില്ലറ പൈസകൾ അതിനുള്ള ഭക്ഷണമാണെന്ന് കരുതി അത് ഭക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ വർഷങ്ങളോളം നീണ്ടു നിന്നു. അവസാനം ആമയ്ക്ക് ചെറിയ തോതിലുള്ള രോഗങ്ങൾ അവിടുത്തെ നിരീക്ഷകർ കണ്ടെത്തുകയാണ് ചെയ്തത്. ആമയെ പുറത്തെടുക്കുകയും എന്താണ് സംഭവമെന്ന് നോക്കുകയും ചെയ്തപ്പോൾ ആമ അങ്ങനെയുള്ള എല്ലാ ചില്ലറ പൈസകളും കഴിച്ച് വയറ്റിനുള്ളിലാക്കിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് അവർക്ക് കാണാൻ സാധിച്ചത്. അതിൻ്റെ ഷെല്ല് പൊട്ടി അതിന് വളരെ വലിയ രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ആമയെ ഒരു സർജറിക്ക് വിധേയമാക്കി ചില്ലറ പൈസകളെല്ലാം പുറത്തെടുത്തെങ്കിലും ആമയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ഡോക്ടർമാർക്കോ സാധിച്ചില്ല. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.